ശ്രീനഗർ ടൗണിലാണ് ഇപ്പം നമ്മളുള്ളത്. അങ്ങനെ നമ്മൾ അവരെയും കൊണ്ട് നേരെ ഇവിടുത്തെ പശു ക്യാമറ ഒന്നും ഒഴിവാക്കി ഞാൻ ഭക്ഷണം കഴിച്ചോട്ട് ചോദിക്കും അതാണ് അവൻ്റെ മുഖത്ത് ഇതിലേക്ക് നോക്കിയിട്ട് പറഞ്ഞാൽ എന്തൊരു ഡിമാൻഡാല്ല എന്താ ടിക്കറ്റ് സ്വന്തമായിട്ട് കൊടുത്തോ ഞാൻ കൊടുത്തു. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് പെഹൽഗാമിലേക്ക് പോവാണ്. നമ്മുടെ ഷെയ്ർ ഖാൻ ഫാമിലി നമ്മളെ കൂടെ ഉണ്ട്. ഓയ് 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 Today going to Pahalgam. Going to explore Pahalgam. പെഹൽഗാം. ഏയ് മൻസൂർ ഡ്രസ്സർ അതെല്ലാം നമ്മൾ കഴിച്ചത് ഇങ്ങനെ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കശ്മീരിലെ കുങ്കുമപ്പാടങ്ങൾ കാണാൻ വേണ്ടി വന്നാണ് കേട്ടോ. നമ്മുടെ കൂടെ വന്ന ഷാഹിർ ഖാൻ ഫാമിലി എല്ലാവരും ഇവിടെ ഉണ്ട്. സെറ്റല്ലേ? വെറുതെ അങ്ങോട്ട് സെറ്റാണ്. തള്ളി അപ്പോൾ നമ്മൾ കുങ്കുമപ്പാടത്തെത്തി. ലോട്ട് ഓഫ് കുങ്കുമം ഹിയർ എന്ന് പറയണമെന്നുണ്ട്, പക്ഷേ കുങ്കുമം ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഏകദേശം എത്ര സമയം എടുക്കുമായിരിക്കും? ഒരു 3-4 മന്ത്സിലൊക്കെ അല്ലേ, ആ ഒരു ടൈമിൽ. അപ്പോൾ വിൽ ബാക്ക് ടു സീ കുങ്കുമം. പറയണോ എന്തെങ്കിലും? അതായത് ഇപ്പോൾ കംപ്ലീറ്റ് ഈ ഒരു NH44 നമ്മൾ ശ്രീനഗറിൽ നിന്ന് ജമ്മു തവിയിലേക്ക് പോകുന്ന ഹൈവേയിലുണ്ടല്ലോ, കംപ്ലീറ്റ് പെഹൽഗാമിലേക്ക് പോകുന്ന ആ വഴിയിൽ നമുക്ക് കാണാൻ പറ്റും വലിയ കുങ്കുമപ്പാടങ്ങൾ. ഓക്കെ, ഇതൊന്നുമല്ല കേട്ടോ, ഇതൊക്കെ ഫുള്ള് കച്ച പൊന്തിയതാണ്. ഇതൊക്കെ സെറ്റ് ചെയ്താകും. പിന്നെ അതുപോലെ തന്നെ കുറച്ച് അങ്ങോട്ടേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും നമ്മുടെ കടുക് പാടങ്ങൾ, മഞ്ഞ നിറത്തിലുള്ളത് കടുക് പാടങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോകുന്ന വഴിച്ചുള്ള കാഴ്ചകൾ കാണാം. ഓക്കെ, അപ്പോൾ നമ്മളെ കൂടെ വന്ന ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെയോ കണ്ടിട്ടുണ്ട്. നമ്മളെപ്പോലെ വേറെയും ആളുകളുണ്ട് കേട്ടോ. ഈ മഞ്ഞ കണ്ടങ്ങൾ, മഞ്ഞ കളറ്, ഇതാണ് കുങ്കുമപ്പാടങ്ങൾ. ഓക്കെ, ഒക്ടോബറിലാണ് കുങ്കുമം ഉണ്ടാവും കേട്ടോ. പോലെ ഒന്നുമില്ല. ചിരിച്ച ചടവുതിക ഉറക്കൂത് ഉത് ചിരിച്ച അങ്ങോട്ട് പോയിക്ക, ഇങ്ങോട്ട് നോക്ക്, ചിരിക്കടോ. ആ ഓടിപ്പോ. ഇഷ്ടായോ? എങ്ങനെയുണ്ട്? രസമുണ്ടോ? ഓക്കെ, നിന്റെ പേരെന്താ? നിമ്മോളുടെ പേരോ? ഓക്കെ, ബൈ. പോട്ടെ. ഇങ്ങനെ ഏതെങ്കിലും ഒരു പൂവ് എടുത്ത് പറിക്ക്. നല്ല പൂവിനെങ്ങനെ തലോടിക്കാം. വന്നോ ഇത് പറിച്ചോ. മുന്നിൽ അപ്പോൾ നമ്മൾ ഫോട്ടോസും വീഡിയോസും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ
നമ്മുടെ ഇവരുടെ പിതാക്കന്മാർ അവിടെയാണ്, കുട്ടികളെ നമ്മുടെ അടുത്ത് കണ്ടോ. ആട്ടിൻ്റെമാരിവിടെ ഉണ്ട്. ഇതുണ്ടോ, ഇതൊക്കെ കടുക് പാടങ്ങളുണ്ടോ, കടുകാണ് ഇത് കണ്ടോ. ഇതിനുള്ളിലാണ് കടുക് ഉണ്ടാവുക. ഇതിങ്ങനെ കടുകിൻ്റെ പാടങ്ങൾ. ഓക്കെ, നമ്മളെപ്പോലെ വേറെ ഒരുപാട് ടൂറിസ്റ്റുകളുടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചെമ്മരിയാടുകളുണ്ട്. നമ്മൾ ആലിയമോളും മറ്റേ രണ്ടുപേരും കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ പാരൻസ് ഇവിടെ നല്ല ഫോട്ടോഷൂട്ടിലാണ്. ഡോക്ടർ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ഡോക്ടർ ഫോട്ടോഗ്രാഫർ കം ഗൈഡ് കം ടൂർഗോ എല്ലാം സംഭവം നൈസായിട്ട് പോലെ ഫാമിലി. ഇവർ രണ്ടുപേരും അളിയന്മാരാണ്. നല്ല ഒരു കോംബോ വൈബ് ഫാമിലിയാണ്. റോൺ ഇവിടെ ഉണ്ട്, ഓരോ മകനാണ്. ആർമി വണ്ടി വന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി, ഇന്നോവ ക്രിസ്റ്റ. നമ്മളെ വേറെ 2 ഫാമിലി നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അതായത് എറണാകുളം ഫസൽക്കോലൊക്കെ ഒരു പോയി, ഒലിനെല്ല നാട്ടിലേക്ക് തിരിച്ചു. ഇവര് നാളെ തിരിക്കും, ഞാനും നാളെ അവിടെ നിന്ന് പോകും. പിന്നെ നമുക്ക് മണാലിയിലേക്കാണ് ട്രിപ്പ്. അപ്പോൾ നേരെ ഇനി പെഹൽഗാം പോകും. അടുത്ത കാഴ്ചകളുണ്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറി, പക്ഷേ ഇവിടെ ബ്ലോക്കാണ്. CRPF ഉണ്ട്. CRPF എന്താ അറിയോ, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്. ഇന്ന് രാവിലെ ഇഷ്ടം പോലെ വണ്ടികൾ ഇങ്ങനെ കോൺവോയ്കൾ പോകുന്നുണ്ട്. എല്ലാ ദിവസവും പോകുന്ന പോലെ തന്നെ ആയിരിക്കാം, പക്ഷേ ഇന്ന് നമ്മൾ പോകുമ്പോൾ ഭയങ്കര ഒരു ശാന്തത, എന്തൊക്കെയോ ഒരു ഫീല് വരുന്നുണ്ട്. കാരണം അറിയില്ല, എന്തായാലും നമുക്ക് പെഹൽഗാമിലേക്കാണ് നമ്മൾ പോകുന്നത്. പെഹൽഗാമിലേക്ക് പോവാം. നമ്മൾ വണ്ടി ഇപ്പോൾ ബ്ലോക്കിലാണുള്ളത്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആവും. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ നമുക്ക് ആപ്പിൾ ഗാർഡനൊക്കെ വിസിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ പെഹൽഗാമിൽ മനോഹരമായിട്ട് ഒരുപാട് അനുഭവങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് മുന്നേക്ക് പോകുന്നത്, മുന്നേക്കല്ല ഏകദേശം ഒരു 10-50 കിലോമീറ്റർ പോകുന്ന നേരെ ആപ്പിൾ ഗാർഡനിൽ നിർത്തി. ഇപ്പോൾ ആപ്പിളൊന്നുമില്ല. ഈ മരത്തുമ്പോൾ കാണാണ്ടോ, ഇതൊന്നും ആപ്പിളല്ല, ഇതൊക്കെ പ്ലാസ്റ്റിക് ആണോ. ഇതേപോലെ ഇങ്ങനെ വെച്ചേക്കാണ്. ആപ്പിൾ ഉണ്ട്, പക്ഷെ ഒന്നും ആപ്പിൾ ആയിട്ടില്ല. ഇപ്പോൾ ഒരു ഇറങ്ങാണ്. പൂവ് ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ വരാണ്ട് ആപ്പിളുകൾ ആവാണ്ട്. ഞാൻ നടന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ നല്ല രസമാണ്. ഹലോ ഹലോ മോൾ, എവിടെ പോ? പെഹൽഗാം. അപ്പോൾ അവിടെ മരുന്നടിക്കുന്നുണ്ട്. എന്തിന്? ആപ്പിളിനും മരുന്നടിക്കുന്നുണ്ടോ? കാണിച്ചുതരാം. അങ്ങോട്ട് പോയി കഴിഞ്ഞാലേ അത് മണത്തോണ്ടാകും. അപ്പോൾ അത് മരുന്നടിക്കുന്നുണ്ടോ? കീടനാശിനികളൊക്കെ ഇതിലൊക്കെ അടിച്ചിരുന്നു. നമ്മുടെ മമ്മൂട്ടികളുടെ മമ്മൂട്ടിയും പ്രീതമി ഇവിടെ ഉണ്ട്. ഓക്കെ, റോണു ഇവിടെ ഉണ്ട്. ഡോക്ടർ ഫർസു, ചേർക്ക, വല്ലു വല്ല ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആപ്പിളായിട്ട് വരിക, മനസ്സിലായോ? ഇതൊക്കെ ഇഷ്ടം പോലെ ആപ്പിൾ ഉണ്ടാവും, ഇഷ്ടം പോലെ. ഇവിടുത്തെ ആപ്പിളിൻ്റെ ഒക്കെ മരങ്ങളുടെ ഇതൊക്കെ നല്ല കനത്തിലാണ്. അതായത് ബഡിങ്ങും ഡ്രാഫ്റ്റിങ്ങും ഒക്കെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഇതേപോലത്തെ ആപ്പിളിൻ്റെ സാധനങ്ങൾ റെഡി ആയിക്കോളി, പോസ്റ്റ് ചെയ്യുന്നോളി. പിന്നെ ഇതേപോലത്തെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോഴത്തെ റെഡിയായി വരും. ഞാൻ അതോ എൻ്റെ ഗാർഡനിങ് ഭയങ്കര സെറ്റപ്പാണ്. ഫുള്ള് വാട്ടർ സപ്ലൈ ആണോ.
ഇതാണ് ആപ്പിൾ കേട്ടോ. ഓക്കെ, ഇതാണ് ഇനി ആപ്പിളായിട്ട് വരിക. ഓക്കെ, ഇവിടെ ഫുള്ള് ഫോട്ടോഗ്രാഫിയിലാണ്. ചിരിക്കോ ഇവിടെ വരുമ്പോൾ ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി തരും കേട്ടോ. ഇതാണ് സെപ്പറേറ്റ്. ഇതാണ് ആപ്പിൾ ജ്യൂസ് കേട്ടോ. പക്ക ആപ്പിളും കച്ച സാധനങ്ങളൊക്കെ അതെല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല. ആദ്യം സാമ്പിൾ വരാൻ ആദ്യം പൈസ ഒക്കെ ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജാമ്, ഇത് ജാമ് സാധനങ്ങളൊക്കെയാണ്. ഇതേപോലെ എന്ത് ചെയ്യും, ടേസ്റ്റിന് കൊണ്ടുവരും. എന്നിട്ട് നമുക്ക് അത് വേണമെങ്കിൽ ये अच्छा है, ये अच्छा है, ये अच्छा है क्योंकि अभी ऑफ सीजन होता है ना तो इसका ये प्रोडक्ट बनता है. ये नया पेट्रोल गिरा है ना. 2 बोतल ले दो. അങ്ങനെ നമ്മള് പെഹൽഗാമിലെത്തി. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ടൂറിസ്റ്റ് ടാക്സി കൗണ്ടർ ഉണ്ട്, ബാക്കിലുണ്ടാവും. മുൻ വീഡിയോയിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫിക്സഡ് റേറ്റ് ആണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോകുന്ന അല്ല. ആരുവാലി, ബത്താബാലി, ചന്ദൻവാലിക്ക് പോകാൻ ഓരോ വണ്ടി. ക്രിസ്റ്റക്ക് 3000 രൂപ. നമ്മൾ ക്രിസ്റ്റ എടുത്തിട്ടാണ് പോകുന്നത്. പിന്നെ ക്രിസ്റ്റയാണ് ഇവിടുത്തെ പ്രീമിയം വണ്ടി ആയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളെ കൂടെ വന്ന ആൾക്കാരെ കൊണ്ട് നമ്മൾ നേരെ ഭയ്യ AC ഓൺ കരോ ഒരെങ്ങോട്ട് വിളിച്ചാൽ മതി, ഇങ്ങോട്ട് വിളിച്ചാൽ മതി. എങ്ങോട്ട്? പെഹൽഗാം ടൗണിലാണ് ഇപ്പോൾ നമ്മളുള്ളത് കേട്ടോ. ഈ പെഹൽഗാം ടൗൺ നിങ്ങൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ടാവും. റീസെൻ്റ്ലി ആയിട്ടുള്ള ലിയോ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? ആ ഒരു ലൊക്കേഷനൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരെ പെഹൽഗാം ടൗണിൽ നമ്മൾ അഡീഷണൽ വണ്ടി എടുത്തിട്ട് ആരുവാലി, ബത്താബാലി, ചന്ദൻവാലി ഇത് മൂന്നുമാണ് നമ്മുടെ പ്ലാനിലുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ആരുവാലിയിലേക്കാണ്. ഇവിടെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ നെറ്റ്വർക്ക് ഇല്ല. നമ്മുടെ സിം കാർഡുകൾ ഇപ്പോൾ എൻ്റെയൊക്കെ സിം എന്ന് പറഞ്ഞാൽ പോസ്റ്റ് പെയ്ഡ് സിമ്മാണ് വർഷങ്ങളായിട്ട്, കശ്മീരിലൂടെ പരിപാടി തുടങ്ങിയത് മുതൽ. പക്ഷേ നമ്മുടെ സിം കാർഡുകളാണെങ്കിൽ പോലും ഇവിടെ മുകളിൽ വർക്ക് ചെയ്യില്ല. പക്ഷെ ഇവിടെ ചില ആളുകൾക്കൊക്കെ വർക്ക് ചെയ്യലുണ്ട്. അതായത് ഇവിടുത്തെ ലോക്കൽസിൻ്റെ ഒക്കെ അതിൻ്റെ ഒരു കളി എന്താണെന്ന് നമുക്കറിയില്ല. പിന്നെ എന്നാലും 99.9% ആൾക്കാർക്ക് കൂടെ നെറ്റ്വർക്ക് കിട്ടില്ല. ആരുവാലിക്കൊക്കെ മുകളിൽ കയറി കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ 99 കേട്ടോ, ഇവിടെ 100% ആർക്കും ഇവിടെ നെറ്റ്വർക്ക് കിട്ടില്ല. പക്ഷെ ചില ഏരിയകളിലാണ് ഞാൻ പറഞ്ഞത്, എനിക്കറിയില്ല അതിനെക്കുറിച്ച് എന്താണെന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ ഇങ്ങനെ പോവാണ്. അപ്പോൾ പോകുന്ന വഴിയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ആരുവാലിയിലേക്ക് നമ്മളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആരുവാലിയിൽ എത്തുന്ന സമയത്തുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ എന്ന് പറയുന്നല്ലോ, ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം അത് പകർത്തി തരാൻ കഴിയുന്നുണ്ട് എന്നുള്ള നമുക്കറിയില്ല. പക്ഷെ വരുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് ഒറ്റ ബുദ്ധിമുട്ടുള്ളൂ, ഇവിടുത്തെ ലോക്കൽ ആളുകളായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് നേരെ വന്നു കേട്ടോ. സംഭവം കശ്മീരിൽ വന്ന ആളുകൾക്ക് അറിയുണ്ടാവും, ഭയങ്കര വലിയ സ്കാമുകളാണ്. എല്ലാ സ്ഥലത്തും ഭയങ്കര ഉഡായ്പകളാണ്. ടൂറിസ്റ്റുകളെ മാക്സിമം ലൂട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം വിദ്യാഭ്യാസത്തിൻ്റെ അപാകതയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളവിടെ വണ്ടി എടുത്ത് വന്ന് ഇപ്പോൾ നമ്മൾ ആരുവാലിയിലെത്തി. ഈ ബാക്കിൽ കാണുന്നതാണ് ആരുവാലി ആണ്, വില്ലേജുകളുണ്ടാവും. അതായത് നമ്മളവിടുന്ന് ടാക്സി സ്റ്റാൻഡിൽ പെഹൽഗാമിൽ എത്തിക്കഴിഞ്ഞാൽ ഡ്രൈവർമാർ കുതിര സഫാരിക്ക് കൊണ്ടുപോകും. അതിന് പോകരുത്. നേരെ ടാക്സി കൗണ്ടറിൽ വന്നു കഴിഞ്ഞാൽ ഫിക്സഡ് റേറ്റ് ആണ്. ടവേരക്ക്, ഇന്നോവ, ക്രിസ്റ്റ, പിന്നെ ഡിസയർ, പിന്നെ ഈക്കോ, അങ്ങനത്തെ പല വണ്ടികളുണ്ട്. നമ്മൾ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ടവേര പോലത്തെ വണ്ടി എടുക്കാൻ നല്ല. ടവേരക്ക് 2300, 2400 വരിക. ക്രിസ്റ്റ 3000. AC ആണെന്നതിന് 30% എക്സ്ട്രീം കൊടുക്കണം. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഇവരെ ഡ്രൈവർമാർ ഇവിടെ നെറ്റ്വർക്ക് കിട്ടില്ല. അപ്പോൾ ഫോട്ടോസ് എടുത്തേക്കുക, വണ്ടി അവിടെ വെച്ച് വെച്ചാൽ ഒന്ന് കറക്റ്റ് നോക്കുക, അല്ലെങ്കിൽ ആ പ്രോബ്ലം. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോകണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഒരിക്കലും ഇപ്പോൾ നമ്മൾ ഇത്രയും കാലം ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളും 5 സംസ്ഥാനങ്ങളിലെല്ലാം ട്രാവൽ ചെയ്തിരിക്കണം. ട്രാവൽ മാത്രം വെറുതെ യാത്ര ചെയ്തിട്ടില്ല, അവിടെ താമസിച്ച് ജീവിച്ചിട്ടുണ്ട്. പക്ഷെ കാശ്മീരിലുള്ള ടൂറിസ്റ്റുകളെ, കാശ്മീരിൻ്റെ അത്രക്ക് ടൂറിസ്റ്റുകളോട് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന ലോക്കൽസിനെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ജസ്റ്റ് നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ നേരെ നമ്മളെ വണ്ടി എടുത്തു, നമ്മൾ ആൾക്കാരുടെ വാട്സപ്പും കാര്യം കഴിഞ്ഞു, നേരെ മുന്നിലേക്ക് നടക്കട്ടെ കേട്ടോ. നമ്മൾ പ്രധാനപ്പെട്ട സാധനം നമ്മൾ വരുന്ന സമയത്തേ കുറച്ച് ഫ്രൂട്ട്സും
ഫുഡും കാര്യങ്ങളും എപ്പോഴും കയ്യിൽ വെച്ചുകൊണ്ട് പിന്നെ കുട്ടികളെയും കൊണ്ടൊക്കെ വരികയാണെങ്കിൽ ഐറ്റങ്ങൾക്ക് കൊണ്ട് ഭക്ഷണം കാര്യങ്ങൾ എല്ലാ സമയത്തും നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. കിട്ടിയാൽ തന്നെ മാഗി സാധനങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഇതായി സിങ്കായിട്ട് പോകില്ല. അപ്പോൾ ഫുഡും സാധനങ്ങൾ കയ്യിൽ വെക്കുക കേട്ടോ. എല്ലാ ദിവസങ്ങളും ഹോട്ടലിൽ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കാശ്മീർ വരുന്ന സമയത്ത് ഇനി നമ്മളപ്പോൾ എല്ലാവർക്കും വരികയാണെന്നുണ്ടെങ്കിലും എല്ലാവരും പറഞ്ഞു തരുമൊന്നുമില്ല. അപ്പോൾ ആ സാധനം കീപ്പ് ഇൻ മൈൻഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആലുവാലിയിലെത്തി. ഇതാണ് ആലുവാലി. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാശ്മീർ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കുക. പക്ഷേ അതും ഇതിങ്ങനെ നെഗറ്റീവ് മാത്രം വിളമ്പല്ല കേട്ടോ, റിയാലിറ്റികളാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഡ്രസ്സ് എടുത്തിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ നല്ല റേറ്റ് വരും. ഒരു 500-600 പറഞ്ഞ് തുടങ്ങും. സംഭവം 150 റുപ്യേൻ്റെ കേസുള്ളത്. 150 ഡീൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. ആ ഒരു ഫോട്ടോക്കാണ് പറയാം. ബെറ്റർ നമ്മൾ ആ ഡ്രസ്സ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, 150 റുപ്യക്ക് ടോട്ടൽ അല്ലെങ്കിൽ 100 റുപ്യക്ക് ടോട്ടൽ ഒരാൾക്ക് നമ്മളെ ഫോണിൽ ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ സെറ്റ് ചെയ്യുക. ഓക്കെ, അല്ലേ ബുദ്ധിമുട്ടിക്കും. നോക്കി 30 രൂപയാണ് ടിക്കറ്റ് കേട്ടോ, കുട്ടികൾക്ക് 15. അപ്പോൾ നമ്മളിവിടുന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇതാണ് കാശ്മീരി ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഫോട്ടോസ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇനി വണ്ടിയിലേക്ക് പോകും. എന്നിട്ട് നേരെ ചന്ദൻവാരിക്ക് പോകും. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടുത്തെ വീഡിയോസ് ഫോട്ടോസ്. ഇവിടുത്തെ പശു, കഴുത, കുതിര എല്ലാം കിട്ടും. നമ്മൾ നേരെ തിരിച്ച് നടക്കും. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടോ വണ്ടീൻ്റെ അവിടെ. അപ്പോൾ വണ്ടീൻ്റെ അവിടെ കറക്റ്റ് ടൈം 1 മണിക്കൂർ ഉണ്ടാവും. ആ 1 മണിക്കൂറിന് മുന്നേ എത്തറില്ലെങ്കിൽ ആ ചീച്ചിലാണ് ചെങ്ങന്മാർ. അപ്പോൾ നമ്മൾ ഈ 3000 പറഞ്ഞില്ലേ, അതിൽ നമ്മൾ ആലുവാലി, ബെത്താവാലി, ചന്ദൻവാലി ഉണ്ട്. 3 സ്ഥലങ്ങൾക്കാണ് 3000 ഉണ്ടാവും. അത് ക്രിസ്റ്റക്ക് നമ്മളവിടെ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് ബെത്താവ് എല്ലാവർക്കും പോയാൽ ചിലപ്പോൾ വൈബ് കിട്ടിക്കൊള്ളുന്നില്ല. കാരണം അവിടെ എൻട്രി ഉണ്ട്, 100 റുപ്യ എൻട്രി ഫീസ് ഉണ്ട്. ആലുവാലിയിൽ 30 റുപ്യ, ചന്ദൻവാലിയിൽ ഒന്നുമില്ല പൈസ. അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് ഇറങ്ങുന്ന സമയത്താണ്, ആലുവാലിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് മിനി സെൻറ്ററിൽ വെടിവെപ്പ് നടന്നുള്ള വിവരം കിട്ടണം കേട്ടോ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മളുള്ളത് കാശ്മീരിലാണ്, പെഹൽഗാമിലാണ്. ഇപ്പോൾ സമയം 3:41. അപ്പോൾ നമ്മൾ പെഹൽഗാമിലേക്ക് നമ്മൾ ആളുകളെയും കൊണ്ട് വന്നതാണ്. പെട്ടെന്നാണ് ഇവിടെ ഒരു അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ വാർത്താമാധ്യമങ്ങളിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാവും. കുറേ ആളുകൾ മരിച്ചിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ മലയാളീസിനെയും കണ്ടു. കുറച്ച് ആളുകൾ സങ്കടപ്പെട്ടിട്ട് കണ്ണൊക്കെ കണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആരും ഇപ്പോൾ പെഹൽഗാമിലേക്ക് പോകരുത്. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് 3:41. നമ്മളാ കൂടെ വന്ന ആളുകളെയും കൊണ്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ ആലുവാലി, ബെത്താവാലി, ചന്ദൻവാലിക്കാണ് പോയത്. പക്ഷെ അവിടെ അല്ല പ്രശ്നം നടന്നത്. പ്രശ്നം നമ്മൾ കുതിരമ്മ പോണ ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയിലാണ് സംഭവം നടന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ തിരിച്ചു പോകും. കുറേ വണ്ടികൾ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പോകുന്ന ആളുകൾ ഇപ്പോൾ ദയവ് ചെയ്തിട്ട് പെഹൽഗാമിലേക്ക് വരരുത്. ഓക്കെ, താഴേക്ക് ഇറങ്ങി അത് മേലെ അങ്ങനെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇടയിൽ കുറച്ച് വീഡിയോസ് എടുക്കാൻ മറന്നതല്ല. സിറ്റുവേഷൻസ് അങ്ങനെയായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാശ്മീരിൽ നിന്ന് സംഭവിച്ചത്. നമ്മൾ പെഹൽഗാം ടൗണിലെത്തി. നമ്മൾ നേരെ അവിടുന്ന് അഡീഷണൽ ടാക്സി എടുത്തിട്ട് നമ്മൾ നേരെ ആലുവാലി, ബെത്താവാലി, ചന്ദൻവാലിയിലേക്കാണ് പോയത്. സാധാരണ നമ്മൾ മിനി സ്വിറ്റ്സർലൻഡ് ഏരിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ നമ്മളെ റൂമിലെത്തി. നമ്മളുള്ളത് ശ്രീനഗറിലാണ്. നമ്മളെ കൂടെ വന്ന ആളുകളൊക്കെ സേഫാണ്. ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങട്ടെ, നമ്മൾ വീഡിയോ നിങ്ങൾ ഇത്രയും നേരം കണ്ടിട്ടുണ്ടാവും. പെഹൽഗാമിലായിരുന്നു നമ്മളുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളവിടെ ഏകദേശം 1.5 മണിക്ക് 1 മണിക്ക് നമ്മളവിടെ എത്തി. 1:30 ആയപ്പോഴേക്കും നമ്മൾ നേരെ അവിടുന്ന് പെഹൽഗാമിലെ ബെത്താവാലി, ആലുവാലി, ചന്ദൻവാലി ഈ 3 സ്ഥലങ്ങളെയും അതിൻ്റെ പുറത്ത് മിനി സ്വിറ്റ്സർലാൻഡ് ഈ ഏരിയയിലേക്കും പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ ദൂതുപത്രി ഞാൻ കഴിഞ്ഞ ഏകദേശം 12ഓളം ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ആളുകളെയും കൊണ്ടാണ്. അപ്പോൾ നമ്മൾ കൂടെ വന്ന ആളുകൾ കുറച്ചൊക്കെ ടയർഡ് ആയതുകൊണ്ട് നമ്മൾ നേരെ അവിടുന്ന് നേരെ
മിനി സ്വിറ്റ്സർലൻഡ് പോവാതെ നേരെ നമ്മളൊരു വണ്ടി ഹയർ ചെയ്തിട്ട് ടാക്സി ഹയർ ചെയ്തിട്ട് നമ്മൾ നേരെ ആരുവാലിയിലേക്ക് പോയി. ആരുവാലിയിൽ എത്തിയിട്ട് നമ്മൾ തിരിച്ചു മടങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ഡ്രൈവർ കോൾ ചെയ്യുന്നത്. ആൾ വിളിച്ച സമയത്ത് പറഞ്ഞ് പെട്ടെന്ന് പോകാം ഷെഫി ഭായ്, ഇവിടെ നിൽക്കല്ലേ. കാരണം നോർമൽ കേസിൽ കശ്മീരിൽ വന്ന ആളുകൾക്ക് അറിയാൻ പറ്റും ഡ്രൈവർമാർ ഭയങ്കരമായിട്ട് നമ്മൾ ചീറ്റ് ചെയ്യും. പക്ഷേ ഇയാൾ ജെന്യൂനായിട്ടുള്ള മനുഷ്യനായതുകൊണ്ട് നമ്മൾ വിളിച്ച് പെട്ടെന്ന് എന്ത് ചെയ്തു, ഞാനും മൂപ്പര് ഇതായില്ല, നേരെ നമ്മുടെ ടാക്സി ഡ്രൈവർ, നമ്മുടെ ഒരു കൗണ്ടർ സ്റ്റാഫ് ഉണ്ട് അവിടെ, ഒരു ഗവൺമെൻറ് ഓഫീസിലാണ്. ആൾക്ക് വിളിച്ച ആളിനോട് പറഞ്ഞ് സിറ്റുവേഷൻ ഡേഞ്ചറാണ്, പെട്ടെന്ന് ആളുകളിയോട് പോയിക്കോന്ന് പറഞ്ഞു. ഞാൻ നേരെ എന്ത് ചെയ്തു, നമ്മൾ കൂടെ വന്ന ആൾക്കാരോട് പെട്ടെന്ന് റാപ്പിഡ് ഷിഫ്റ്റിൽ അവിടെ നമ്മൾ ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് പടം ട്രാഫിക് ജാമിൽ കുടുങ്ങി കിടക്കുമായിരിക്കും. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മാരകമായിട്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്നിപ്പോൾ ഈ വീഡിയോൻ്റെ മുന്നിൽ പറയാൻ നമ്മളും ഉണ്ടാവുമായിരുന്നില്ല. ഓക്കെ, അപ്പോൾ പടച്ചോന് സർവശക്തനായ തമ്പുരാന് സർവസ്തുതിയും. നമ്മൾ അങ്ങനെ അവിടെ നിന്ന് നേരെ ഇറങ്ങിയ സമയത്ത് ചെറിയൊരു കുട്ടിയും 2 സ്ത്രീകളും ഒരു മലയാളി പയ്യനോടുണ്ടായിരുന്നു. കുറേ മലയാളീസ് ഉണ്ട് അവിടെ ഉണ്ട്. പക്ഷേ നമുക്ക് എല്ലാവരോടും സംസാരിക്കാൻ എല്ലാവരും പേടിയാണ്. നമ്മളിവിടെ പരിചയമുള്ള ആളാണെന്നൊന്നും അവർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് അവരോട്, നമ്മളെ വണ്ടിയും ആർമിക്കാർ നിൽക്കാനായില്ല, നമ്മൾ നേരെ പോവാം. പെട്ടെന്ന് അവരോട് ഫാസ്റ്റിൽ ഇവിടുന്ന് പോയിക്കോന്ന് പറഞ്ഞിട്ട് അവരോട് നമ്മളവിടുന്ന് പറഞ്ഞയച്ചു. ആ സമയത്ത് അങ്ങനെ നമ്മൾ അവരെയും കൊണ്ട് നേരെ നമ്മളെ കൂടെ വന്ന ആളുകളെയും കൊണ്ട് നമ്മൾ നേരെ പോയി. അപ്പോഴൊന്നും മീഡിയ കാര്യങ്ങളൊന്നും അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കണ്ട നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം 20-ൽ കൂടുതൽ ആളുകൾ മരിച്ചിട്ടുണ്ട് നമ്മളപ്പോൾ പറഞ്ഞു. കാരണം നമുക്ക് ലോക്കൽ ഇൻഫർമേഷൻ കിട്ടിയതാണ്. പിന്നെ ന്യൂസിൽ വരുന്ന ഒരു ആൾ മരിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് നമുക്ക് അറിയാൻ കഴിഞ്ഞ വിവരങ്ങൾ ഏകദേശം ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്നത് 9:51 28ഓളം ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നുള്ളത്, കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നാളെ ഇതുവരെ സിവിലിയൻസ്, അതായത് നമ്മളെ ടൂറിസ്റ്റുകൾക്കും നേരെ അറ്റാക്കും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. ഓക്കെ ബസ് ഏക്ക് പാനിക്ക് പോയിട്ടില്ല. തോടെ പാനി തരും. അപ്പോൾ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഈ നേരം വരെ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ മീഡിയക്കാർ പല ആളുകളും വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ. അപ്പോൾ ആ സമയത്തൊക്കെ ഓഡിയോ മാത്രം കൊടുക്കാനുള്ള കാരണം തലവേദനിച്ചിട്ടും ടെൻഷൻ കയറി. കാരണം നമ്മളെ കൂടെ വന്ന ആളുകൾ, ഇപ്പോൾ നമ്മളെ കൂടെ ട്രാവൽ വന്ന ആളുകൾക്ക് അറിയാൻ പറ്റും നമ്മളെങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആകെ തലവേദനയും കാര്യങ്ങളായിട്ട് ആകെ പൊളിഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് നമ്മളെ കൂടെ വന്ന ഷെയർ ഡോക്ടർ എനിക്കൊരു മെഡിസിൻ തന്നു. അപ്പോൾ ആ മെഡിസിനിലാകെ പുരട്ടി ഒരു ബ്ലാക്കിഷ് കളറിൽ, ഒരു ബ്ലാക്ക് കളറിലൂടെ കഴിയും. ഇപ്പോൾ കഴുകി ഇപ്പോൾ ഒന്ന് ഫ്രഷായിട്ട് വന്നാണ്. ഭക്ഷണം കൗണ്ടർ ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴാണ് കഴിക്കണത്. അപ്പോൾ നമ്മളൊരു 3-4 ഗസ്റ്റുകൾ ഇവിടെ ഉണ്ട്. ഓരോ ഹോട്ടലിൽ ഓരോരുത്തർ പോയിട്ട് സെറ്റാക്കിയിട്ട് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ധൈര്യം കൊടുത്തിട്ടാണ് നമ്മൾ വരുന്നത്. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് അവരെ നാളെ ഇവിടുന്ന് കയറ്റി വിടും. അപ്പോൾ നിലവിലിപ്പോൾ സിറ്റുവേഷൻസ് ശ്രീനഗറിലും റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ബസ് താങ്ക് യു ബസ് താങ്ക് യു. അങ്ങനെ അവരിവിടുന്ന് എല്ലാവരും നാളെ ഇവിടുന്ന് തിരിക്കും. നിലവിൽ ശ്രീനഗറത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര അലേർട്ടാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾ കാശ്മീരിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ ഭയങ്കര റെസ്ട്രിക്ഷൻസ് സാധനങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മളെ കൂടെ വരാനുള്ള ആളുകളോടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, പെഹൽഗാം സൈഡിലേക്ക് എന്തായാലും കടത്തി വിടൂല. പിന്നെ നാളെ മറ്റന്നാളൊക്കെ ഇവിടെ ജാഗ്രമായിട്ടുള്ള കർശന നിയന്ത്രണങ്ങൾ ഉണ്ടാവും. എന്തും സംഭവിക്കാം എന്നുള്ള രൂപത്തിൽ സാധനങ്ങളുണ്ടാവും. കാരണം 26ഓളം ടൂറിസ്റ്റുകളാണ്. അതായത് ചെറിയ കാര്യമില്ല. ഞാൻ ഈ വർത്തമാനം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സങ്കടമുണ്ട്. കാരണം നമ്മളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളത് ഒരിക്കലും നമ്മൾ തിരിച്ച് വീട്ടിലെത്തുന്നുള്ളതിലല്ല. അങ്ങനെ എത്രയോ രസകരമായിട്ട് എത്രയോ ഹോപ്പോട് കൂടി കാശ്മീർ വന്ന എത്രയോ ആളുകളുണ്ടാവും ഇതിൽ. പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം അവർ ഞാനിപ്പോൾ ഫുഡ് കഴിക്കട്ടെ എന്നിട്ട് ബാക്കി പോകണം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. നമ്മൾ നേരെ ആളുകളൊക്കെ സേഫായിട്ട് റൂമിലെത്തി. ഇപ്പോൾ ഞാൻ ശ്രീനഗർ ടൗണിലൂടെ രാത്രി സമയം 10:51 ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കല്ല, നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആ സോഫിന് തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു വന്നത് പെഹൽഗാമിൽ നിന്ന് ഇങ്ങനെ സംഭവം ഉണ്ടായി. നമ്മളവിടുന്ന് ആളുകളെയും കൂട്ടി ഇറങ്ങി. അപ്പോൾ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള സിറ്റുവേഷനാണ്. നമ്മൾ ആ വീഡിയോ 3:41 നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അവിടെയുള്ള ഡേഞ്ചർ സിറ്റുവേഷൻ എന്ന് പറയുന്നത് 20-ൽ കൂടുതൽ ആളുകൾ മരിച്ചു, കൊല്ലപ്പെട്ടു. നമുക്ക് അപ്പം തന്നെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴാണ് മീഡിയകൾ അത് കൺഫേം ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആർക്കൊന്നും പറ്റാതിരിക്കട്ടെ. ഈ വീഡിയോ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിനി അടുത്തൊരു വീഡിയോയിൽ വിധിയുണ്ടായി വീണ്ടും കാണാം. ശ്രീനഗർ ടൗണിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ വിദ്യാർത്ഥികൾ ട്യൂഷൻ കഴിഞ്ഞ് പോവുകയാണ്. ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല.